അരവിന്ദേ, അമ്മേ, ഞാൻ ഭയങ്കര സന്തോഷത്തില. ആ നശിച്ച വീട് വിട്ട് ഇവിടെ വന്നപ്പോ ദേ എന്തൊരു സുഖമാണെന്നറിയോ. എടാ, നടക്കാൻ പാടില്ലാത്തതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്ത് കാര്യം അമ്മേ? അച്ഛൻ അമ്മയോട് വഴക്കട്ടോ? അതൊന്നും അല്ലടാ. ആ ആകാശനും ചാരുവിനുമായിട്ട് ആദ്യരാത്രിക്ക് പുതുതായിട്ട് മണിയറ വരെ ഒരുക്കി കൊടുത്തു ഇവിടെ. ഓ, ആ അഹങ്കാരിയുടെ മുന്നിൽ വെച്ച് എന്നോട് മുറിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു നിന്റെ അച്ഛൻ. ആണോ? അതേടാ, എനിക്ക് അവളെ ആ നിമിഷം കൊല്ലാനാ തോന്നിയത്. കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ലടാ. അമ്മേ, ആ വീട് എന്റെ പേരിലാണെന്ന് അമ്മയ്ക്കറിയാലോ. ഹാ, ഞാൻ അങ്ങോട്ട് വന്നാലേ എല്ലാത്തിനും ചവിട്ടി പുറത്താക്കും. ശരിക്കറിയാലോ എന്റെ സ്വഭാവം. എടാ പൊട്ട, മണ്ടത്തരം പറയാതെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയമാകുമ്പോ വേണം നമുക്ക് കേറി ഇടപെടാൻ. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. നിന്റെ അച്ഛനെതിരെ നമ്മുടെ കയ്യിലുള്ളൊരു വെപ്പണ ഈ വീട് നിന്റെ പേരിലാക്കിയിട്ടുള്ള പ്രമാണം. അതൊക്കെ അറിയാമേ. അമ്മയ്ക്കൊരു വിഷമമാണെന്നറിഞ്ഞാ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? എടാ, ആദ്യം ചാരുവിനെ നിന്റെ അച്ഛനിൽ നിന്നും ആകാശിൽ നിന്നും പിരിച്ചിട്ട് ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കണം. ഓ, അതിനുശേഷം വേണം ഈ തറവാട്ടിൽ ഒരു ശുദ്ധികലശം നടത്താൻ. എടാ, ഇപ്പം നമ്മളത് ചെയ്താ 3 പേരും കൂടി പോയി വേറൊരു വീടെടുത്ത് സുഖവാസം തുടങ്ങും. ചാരു പോയി കഴിഞ്ഞാ പിന്നെ തന്തയും മോനും ഒറ്റയ്ക്കാവും. അപ്പം നമുക്ക് പണി തുടങ്ങാം. ചാരു നിന്റെ അച്ഛന്റെ ആകാശന്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കരുത്. എനിക്ക് മനസ്സിലായമ്മേ. ഐ ആം വെയിറ്റിംഗ്. അമ്മ ഫോൺ വെച്ചോ?